ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ ഓർഡർ പ്രകാരം എല്ലാ എംപ്ലോയീസും ഒരു അണ്ടർടേക്കിംഗ് തയ്യാറാക്കുകയും അത് സർവീസ് ബുക്കിൽ പേസ്റ്റ് ചെയ്യുകയും ഗസറ്റഡ് ഓഫീസർമാരാണെങ്കിൽ ഒരു കോപ്പി AGസിലേക്ക് അയക്കുകയും മറ്റൊരു കോപ്പി ഓഫീസിൽ സൂക്ഷിക്കുകയും ഒപ്പം തന്നെ സ്പാർക്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്പാർക്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അണ്ടർടേക്കിംഗ് തയ്യാറാക്കി ഫോം പ്രിൻ്റ് എടുത്ത് തയ്യാറാക്കി അതിനകത്ത് ഒപ്പിട്ട് സീലൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് ഒരു PDF ഡോക്യുമെൻ്റ് ആക്കിയിട്ട് വേണം നമ്മുടെ പ്രവർത്തനം ആരംഭിക്കാൻ. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ സ്പാർക്ക് വെബ്സൈറ്റ് എടുക്കുക. സ്പാർക്ക് വെബ്സൈറ്റ് എടുത്തിട്ട് പെൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസ് മാറ്റേഴ്സ് എന്ന് പറയുന്ന മെനുവിൽ അണ്ടർടേക്കിംഗ് ഫോർ എക്സസ് പേയ്മെൻറ്റ് റിക്കവറി എന്നിട്ട് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അണ്ടർടേക്കിംഗ് ഫോർ എക്സസ് പേയ്മെൻറ്റ് റിക്കവറി. ആ ഓപ്ഷൻ എടുക്കുക. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ DDO കോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. DDO കോഡ് സെലക്ട് ചെയ്യുക. പിന്നെ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ഇപ്പോൾ SDO അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബില്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ എംപ്ലോയി ലിസ്റ്റ് സെലക്ട് ചെയ്ത എംപ്ലോയീനെ ഇവിടെ ആർക്കാണോ വേണ്ടത് വെച്ചാൽ ആ ആളിനെ ഇവിടെ സെലക്ട് ചെയ്യുക. ആരുടെയാണ് വെച്ചാൽ ഇത് ചെയ്യുക. പിന്നെ നമ്മുടെ PDF ഡോക്യുമെൻ്റ് നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് നോക്കിയിട്ട് ആ അണ്ടർടേക്കിങ്ങിൻ്റെ ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇവിടെ അതിൻ്റെ PDF എൻ്റെ കയ്യിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ PDF ഡേറ്റ് ഇട്ടിട്ടുള്ളത് 1/3/2020 അപ്പം ആ ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കുക, 1/3/2020. ഓക്കെ, ആ ഡേറ്റ് കൊടുത്തു. ഇനി ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ PDF ഫയൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു PDF ഫയൽ നമ്മുടെ കയ്യിലുണ്ട്. ആ PDF ഫയൽ സെലക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൽ ഇമേജ് ടു PDF, ആ PDF ഫയൽ കൊടുക്കുക. ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് PDF ഫയൽ ആദ്യം എടുത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതൊരിക്കൽ ചെയ്താൽ മാറ്റാൻ പറ്റില്ല എന്നാണ് ഇതിന് പറയുന്നത്. ഓൾറെഡി അപ്ലോഡഡ് എംപ്ലോയീസ് വിൽ നോട്ട് ബി ലിസ്റ്റഡ് ഹിയർ എന്നാണ് പറയുന്നത്. അണ്ടർടേക്കിംഗ് കനോട്ട് ബി മോഡിഫൈഡ് വൺസ് ഇറ്റ് ഈസ് അപ്ലോഡഡ്. ആർ യു ഷുവർ ടു അപ്ലോഡ് അണ്ടർടേക്കിംഗ്? ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ അത് അപ്ലോഡാകും. ഇത്തിരി സമയം വെയിറ്റ് ചെയ്യുക. അണ്ടർടേക്കിംഗ് ഹാസ് ബീൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. അപ്ലോഡ് ചെയ്ത ആളുടെ അണ്ടർടേക്കിംഗ് ഇവിടെ കാണാനുണ്ട്. അവിടെ വ്യൂ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത അണ്ടർടേക്കിംഗ് നമുക്കൊന്ന് കാണാൻ പറ്റും. ഒന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അണ്ടർടേക്കിംഗ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. SMNTERSലെ ഈ പുതിയ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.